ഹലോ വ്യൂവേഴ്സ്, ചങ്ങനാശ്ശേരി ക്രിസ്ത്യോദി കോളേജിലെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ടേർ എക്സ്പോ 2019 അങ്കണത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. എന്താണ് ജിയോളജി? സ്റ്റഡി അബൌട്ട് ദ സോൾസ് ഓഫ് എർത്ത്. കല്ലുകളെ പറ്റിയും മണ്ണുകളെ പറ്റിയുമുള്ള പഠനം. അപ്പോൾ ഇന്ന് നമ്മുടെ ജിയോളജിക്കാർ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കാണാം. സോ സ്റ്റേ ട്യൂൺഡ്. എന്താണ് ടേർ എക്സ്പോ 2K19? അതേപ്പറ്റി ഒരു ചെറിയ ബ്രീഫിനായിട്ട് ചങ്ങനാശ്ശേരി ക്രിസ്ത്യോദി കോളേജിലെ ജിയോളജി HOD ആയ ബെന്നോ സർ നമ്മോടൊപ്പമുണ്ട്. ബെന്നോ സർ, ഹലോ. എന്താണ് ടേർ എക്സ്പോ? ക്രിസ്ത്യോദി കോളേജിലെ ജിയോളജി വിഭാഗം ഒരുക്കിയിരിക്കുന്ന ഒരു പ്രദർശനമാണ് ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ നിങ്ങൾ കാണുന്നത്. ജിയോളജി എന്നാൽ പൊതുവെ ഭൂമിയെ പറ്റിയുള്ള പഠനമാണ്. ഭൂമിയിലെ ശിലകൾ, ധാതുക്കൾ, അയിരുകൾ, കൽക്കരി, പെട്രോളിയം, സ്വർണത്തിൻ്റെ നിക്ഷേപങ്ങൾ, ചെമ്മിൻ്റെ അയിരിൻ്റെ നിക്ഷേപങ്ങൾ, ഇങ്ങനെയെല്ലാം ഭൂമി നമുക്ക് മനുഷ്യനായി ഒരുക്കിയിരിക്കുന്ന എല്ലാത്തിനെയും പറ്റിയുള്ള പഠനമാണ് ജിയോളജി. ഇതിന് പുറമെ ഭൂമിയിൽ നടക്കുന്ന പ്രക്രിയകൾ, ഉദാഹരണത്തിന് ഭൂമികുലുക്കം, അഗ്നിപർവ്വതത്തിൻ്റെ സ്ഫോടനം, സുനാമി, ഇതെല്ലാം ഈ പഠനശാഖയുടെ പരിധിയിൽ വരും. സ്കൂൾ കുട്ടികൾക്കും ഇതേപ്പറ്റിയൊക്കെ ചെറുതായി കുറേയൊക്കെ പഠിക്കുവാനുണ്ട്. ആ പഠനത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രദർശനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ ഒരു എക്സ്പോയുടെ പിന്നിലുണ്ടായിരുന്നത്? കഴിഞ്ഞ ഒരാഴ്ചയായി കുട്ടികളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണിത്. ഊണുമുറക്കം ഉപേക്ഷിച്ച് കുറേ കുട്ടികൾ, ജിയോളജി വിഭാഗത്തിലെ കുട്ടികൾ അധ്വാനിച്ചതിൻ്റെ ഫലമാണ് ഈ കാണുന്നത്. തീർച്ചയായിട്ടും കുറേ കല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്തൊക്കെയാണ് ഈ ശേഖരണത്തിൻ്റെ സോഴ്സ് എന്ന് പറയാമോ? പ്രധാനമായും ജിയോളജി കുട്ടികൾ എല്ലാ വർഷവും സ്റ്റഡി ടൂറിന് പോകാറുണ്ട്. സ്റ്റഡി ടൂർ പോകുന്നത് ഖനികൾ, വടക്കേന്ത്യയിലുള്ള ചില പ്രദേശങ്ങൾ, ഈ ധാതുക്കൾ ലഭിക്കുന്ന പ്രദേശങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. അവിടെ പോയി ഈ കുട്ടികൾ തന്നെ ഇത് ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന കല്ലുകളാണ് കൂടുതലായും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ പിള്ളേരുടെയും കൂടെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ധാരാളം ആൾക്കാരുടെ ധാരാളം കൊച്ചു പിള്ളേർ ഇവിടെ പോയിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രയത്നത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. സർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കല്ലുകൾ പലതരങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ പല വെറൈറ്റീസ് കാണണമെങ്കിൽ ദേ വരിക നമ്മുടെ ടേർ എക്സ്പോയിലേക്ക്. അപ്പോൾ എന്താണ് ടേർ എക്സ്പോ എന്ന് കാണാൻ പോവുകയാണ്. ഒരു വീഗലൻ്റ് ആംബിയൻസ് ഉണ്ട്. കല്ലുകളാണ്, ഒരു ഗുഹ തന്നെയാണ് നിർമ്മിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അകത്ത് എന്ന് കാണാൻ പോകാം. ഓക്കെ, സോ കം ഓൺ. ഇവിടെ നമ്മുടെ ഗുഹയ്ക്കകത്ത് തന്നെ ഒരു കുട്ടി ഗൈഡ് ഇരിപ്പുണ്ട്. എന്താണ് ആ കുട്ടിക്ക് പറയണമെന്ന് ചോദിക്കാം. ഹലോ, എന്താണ് ഈ ഗുഹയുടെ ഒരു ഐഡിയ? എന്തിനാണ് ഈ ഗുഹ ഉണ്ടാക്കിയിരിക്കുന്നത്? ആക്ച്വലി ഗുഹ ലൈംസ്റ്റോൺ കേവ് ആണിത്. ഓക്കെ, ഫൈൻ. അത് പറയാൻ വേണ്ടിയിട്ടാണ്. ലൈംസ്റ്റോൺ കേവ് ആണ്. ഈ ലൈംസ്റ്റോൺ ഒരു ലൈംസ്റ്റോൺ ടെറൈനിൽ വാട്ടർ വരുമ്പോഴത്തേനും അതിനകത്തുള്ള കാൽഷ്യം കാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഈ കാണുന്നത്. ഈ മേളിൽ തൂങ്ങി കിടക്കുന്നത് സ്റ്റാലക്ടൈറ്റും താഴേന്ന് ഫോം ചെയ്ത സ്റ്റാലഗ്മൈറ്റും. ആക്ച്വലി അതാണ് ഈ കേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ വെറും ഒരു കേവ് അല്ല ഇതല്ലേ? വെറും ഒരു കേവ് അല്ല. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു വീഗാലൻ്റെ ആംബിയൻസ് ഉണ്ടെന്ന്. അപ്പോൾ വെറും ഒരു കേവ് അല്ല ഇതൊരു ലൈം സ്റ്റോൺ കേവ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കാണുന്ന ഓരോ ഐറ്റത്തിനും ഓരോ അർത്ഥമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കുറേ ഐറ്റങ്ങൾ ഇനി കാണാൻ പോവുകയാണ്. ഓക്കെ. Minerals are naturally formed, defined chemical composition, they are solid. ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞൊരു ഡൗട്ട് നിങ്ങൾക്ക് കാണും അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ടേർ എക്സ്പോയുടെ മിനറൽ ഡിവിഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മിനറൽസിനെ പറ്റി പറയാൻ വേണ്ടി ഒരു കൂട്ടുകാരി ഇരിപ്പുണ്ട്. എന്താണ് പേര്? സൂര്യ. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന സെക്ഷൻ ഏതാണ്? മിനറൽസ്. അതേപ്പറ്റി ഒരു ബ്രീഫും പറയാൻ പറ്റുമോ? ചെറുതായിട്ടൊരു സ്മോൾ മഗ്ഗപ്പ് പറയാൻ പറ്റുമോ? നമ്മൾ കാണുന്ന റോക്സ് ഒക്കെ ഫോം ചെയ്യുന്ന മിനറൽസ് കൂടിയിട്ടാണ് നമ്മളിവിടെ കാണുന്ന റോക്സ് ഉണ്ടാകുന്നത്. ഇത് ഇവിടെ ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് കാണുന്നത് ക്വാർട്സ് ആണ്. ക്വാർട്സ് എന്ന് പറഞ്ഞാൽ എർത്തിൽ സെക്കൻഡ് മോസ്റ്റ് അബണ്ടൻ്റ് ആണ്. നമ്മൾ ക്വാർട്സ് പൊടിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്ന പൂഴിമണലൊക്കെ ഉണ്ടാകുന്നത്. ഇത് ഞാൻ കാണിച്ചത് ഡെമോയ്ക്ക് കൊടുക്കുന്ന അമിത്തിസ്റ്റ് ആണ്. അമിത്തിസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രഷ്യസ് വെറൈറ്റിയാണ്, ഒരു ജെം വെറൈറ്റിയാണ് അമിത്തിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ക്വാർട്സിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇത് പണ്ട് കാലത്തൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അമിത്തിസ്റ്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെഗറ്റീവ് എനർജീനെയൊക്കെ കളയുന്ന ഒരു വിശ്വാസത്തിൽ ഇപ്പോഴും അമിത്തിസ്റ്റ് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. പണ്ട് മാത്രമല്ല, ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ രത്നങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ? തീർച്ചയായിട്ടും. അത് നവരത്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഓരോ നാളുകൾക്ക് ഓരോ രത്നങ്ങളുണ്ട്. നമ്മള് സഫയർ,
ഡയമണ്ട് അതൊക്കെ പറയുന്ന പോലെ അത് നമ്മൾ സെക്കൻഡ് സെക്ഷനിൽ കാണുന്നതിന്റെ ഫെൽസ്പാർ ആണ് എർത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മിനറലാണ്. നമ്മുടെ സെറാമിക് പ്ലേറ്റ്സ്, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കോപ്പർ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഫെൽസ്പാർ. അത് കഴിഞ്ഞിട്ട് സെർപ്പന്റൈൻ കാണാം. സെർപ്പന്റൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെക്കറേറ്റീവ് സ്റ്റോൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ അക്വേറിയത്തിലൊക്കെ പല സ്റ്റോൺസിന്റെ കൂട്ടത്തിൽ സെർപ്പന്റൈൻ കാണാം. പിന്നെ നമ്മൾ കാൽസൈറ്റ് ഒക്കെ നമുക്കറിയാം, ചോക്ക് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന ചോക്ക് കാൽസൈറ്റ് ചേർന്നിട്ട് മാർബിൾ ഉണ്ടാകുന്നത്. നമ്മുടെ തറയിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ എല്ലാവരും ഉപയോഗിക്കുന്ന വീട്ടിൽ മാർബിൾ. അവര് പക്ഷേ മാർബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന ട്രേഡ് നെയിമിൽ പല വേറെ മിനറൽസ് ഒക്കെ വേറെ റോക്ക് തന്നെ പറ്റിക്കാറുണ്ട്. ദെൻ നമ്മൾ കാണുന്നത് ഇന്ദുപ്പുണ്ട്, റോക്ക് സോൾട്ട്, ഡോളമേറ്റ് ഒക്കെ ഉണ്ട്. മഗ്നീഷ്യം കണ്ടന്റ് നമ്മുടെ ഡോളമേറ്റ് പൊടിച്ചിട്ടിട്ടാണ് മഗ്നീഷ്യം കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ ചെടികൾക്ക് മഗ്നീഷ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഡോളമേറ്റ് ആണ് വളമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ റൂബിയുള്ള റോക്ക് ഉണ്ട്. റൂബി റോക്കിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതൊരു റോക്കിൽ നിന്നുണ്ടാകുന്നതാണ്. ദെൻ അത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് ഒരു ജം ഇതായിട്ടാണ് പല ഗ്രേഡ് ആയിരുന്നത്. റൂബിക്ക് വാല്യൂ ഉണ്ടോ? യെസ്, നമ്മൾ ഈ ഗ്രേഡ് അനുസരിച്ച് റൂബിക്ക് അത് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് വരുമ്പോൾ അത് ഓരോ ഗ്രേഡ് അനുസരിച്ചാണ് വിൽക്കുന്നത്. നമ്മള് ജ്വല്ലറി എന്നൊക്കെ മേടിക്കുമ്പോൾ റൂബി അവർ കാണിക്കത്തില്ല, റൂബിക്ക് ഇത്ര റേറ്റ് അവർ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഡയമണ്ട് ഉണ്ടാകുന്നത് കിംബർലൈറ്റ് എന്നൊരു റോക്കിൽ നിന്നാണ്. പലർക്കും ഡയമണ്ട് ഒരു റോക്കിൽ നിന്നാണ് വരുന്നതെന്നും അറിയത്തില്ല. ഏതായാലും ഇപ്പോൾ നമ്മുടെ റോക്സിനെ പറ്റി നല്ല ധാരണ ഉണ്ടല്ലോ. അപ്പൊ ഞാനിപ്പോ താറന്നൊരു കല്ലെടുത്ത് കാണിക്കുകയാണ്. ഇത് ഏതാണ് കല്ലെന്ന് പറയുകയാണെങ്കിൽ എന്ത് പറയും? ഞങ്ങളത് ഒരു ആസ് എ ജിയോളജി സ്റ്റുഡൻറ്റ് ഞങ്ങളൊരു സാധനം ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കളറ് ലസ്റ്റർ സ്ട്രീക്ക് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഒരെണ്ണത്തിന് കണ്ടു. ഇപ്പം അമിത്തിസ്റ്റിന്റെ കളറ് ഒരു പർപ്പിളിഷ് വയലറ്റ് കളറാണ് കളറ്. പിന്നെ ഞങ്ങൾ സ്ട്രീക്ക് നോക്കും. അതൊരു സെറാമിക് പോർട്ട്ലൈൻ പ്ലേറ്റിൽ ഉരച്ച് നോക്കും. സ്ട്രീക്ക് നോക്കും. പിന്നെ ഫ്രാക്ചർ നോക്കും. പിന്നെ നമ്മൾ ഇത് ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് തിൻ സെക്ഷൻ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ ഐഡന്റിഫൈ ചെയ്യും. അപ്പം മൈക്രോസ്കോപ്പിൽ അതിന് ഇത്ര ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി കോപ്പി ചെയ്യുവാണെങ്കിൽ മിനറലാണ് കൺഫേം. ഓക്കെ, അപ്പോൾ ഇതിലൊരു റോക്ക് വരുവാണെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലേ? ഇപ്പോൾ പിള്ളേരുടെ ലെവലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു മോളെ, താങ്ക് യു. ശരി. ഓക്കെ, ഇപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ഓവർ മിനറൽസിൻ്റെ സെക്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഓവർ മിനറൽസ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു വിശിഷ്ട അതിഥിയെ കണ്ടായിരുന്നു. മറ്റൊന്നും അല്ലായിരുന്നു, കല്ലുകളുടെയൊക്കെ ഒരു ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ ഗോൾഡിനെ. അപ്പോൾ അതിനെപ്പറ്റി ബ്രീഫ് പറയുന്നതായിരിക്കും. ബിഫോർ ദാറ്റ് നമുക്കൊരു ആളുണ്ട് പറയാൻ വേണ്ടി. എന്താണ് മുള്ള പേര്? എൻ്റെ പേര് അഞ്ജന. ഞാൻ ജിയോളജി സെക്കൻഡ് ഇയർ പഠിക്കുകയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഓവർ മിനറൽസിനെ പറ്റി എന്താണ് ഒരു ചെറിയൊരു ബ്രീഫ് പറയാൻ പറ്റുമോ? ഓർ മിനറൽസ് എന്ന് പറയുമ്പോൾ മിനറൽസ് ഒത്തിരി ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ നമുക്ക് ഈസി ആയിട്ടും പ്രോഫിറ്റബിൾ ആയിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ കിട്ടുന്നതിന് നമ്മൾ ഓർ മിനറൽസ് എന്ന് പറയും. മിനറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റിനെ നമുക്ക് കാണുന്നു, ഒരു കോമ്പൗണ്ട് ആയിട്ട് കാണുന്നതാണ് മിനറൽസ്. അതിൽ തന്നെ ഒരു കാറ്റഗറിയാണ് ഓർ മിനറൽസ്. ഇവിടെ നമ്മൾ സെലക്ടഡ് ആയിട്ടുള്ള ഓർ മിനറൽസ് കാണുന്നത് ഇൻഡസ്ട്രിയലി നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളത്. കോപ്പർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, മാൻഗനീസ് ഉണ്ട്, അയൺ ഉണ്ട്. ഇപ്പം ഇവിടുത്തെ ഹൈലൈറ്റ് തന്നെ പ്ലാറ്റിനം ഉള്ളതും അതുപോലെ ഗോൾഡ് ഉള്ളതും. പ്ലാറ്റിനം ഗോൾഡും ഉണ്ടല്ലേ? ഓക്കെ, ഒന്ന് പരിചയപ്പെടുത്താൻ സാധിക്കുമോ? ഓക്കെ, തീർച്ചയായിട്ടും. ഈ ക്യാവിറ്റിനുള്ളിൽ നമ്മളൊരു യെല്ലോ കളർ കാണുന്നില്ലേ, അത് ശരിക്കും പ്യോർ ഗോൾഡ് ആണ്. നമുക്ക് അട്ടപ്പാടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സ്പെസിമെൻ ആണ്. അപ്പോൾ ഇതിനുള്ളിൽ ആ യെല്ലോ ലൈറ്റ് ആ ഒരു ഷെയ്ഡിൽ കാണുന്ന മാത്രമാണ് ഗോൾഡ്. ആ ഒരു ചെറിയ പോർഷനിൽ നമുക്ക് ഗോൾഡ് ഇതിൽ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ എന്നാലും അട്ടപ്പാടിയിലുള്ള ഗോൾഡിന്റെ പ്രസൻസിന്റെ ഉള്ള ഒരു തെളിവാണിത്. ഓക്കെ അഞ്ജന, അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ട് കണ്ടുമുട്ടാം. പക്ഷേ ബിഫോർ ദാറ്റ് എനിക്ക് കുറച്ച് സെക്ഷൻസ് കൂടെ കാണാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതായാലും കൺഗ്രാജുലേഷൻസ്, നടക്കേണ്ട കാര്യങ്ങളെല്ലാം. ഓക്കെ.
ടെർ എക്സ്പോയുടെ പല സെക്ഷൻസ് നമ്മൾ കണ്ടു. വീണ്ടും ഈ സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സെക്ഷൻ ഏതാണെന്ന് അറിയണ്ടേ? ഏതാണ് ഈ സെക്ഷൻ? നമുക്കിപ്പം മെയിനായിട്ട് ജിയോളജി എന്ന് പറയുമ്പോൾ റോക്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 3 റോക്സ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇഗ്നിയസ് റോക്ക്, സെഡിമെൻ്റ് റോക്ക്, മെറ്റമോർഫിക് റോക്ക്. അതിനകത്ത് നമ്മൾ മെയിനായിട്ടും ഈ സെക്ഷനിൽ ഇഗ്നിയസ് റോക്കും മെറ്റമോർഫിക് റോക്കും ആണ്. അപ്പുറത്ത് സെഡിമെൻ്റ് വരുന്നുണ്ട്. ഇഗ്നിയസ് റോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഫോം ചെയ്യുന്ന ഇഗ്നിയസ് റോക്കാണ്. ഈ ഇഗ്നിയസ് റോക്കിന് പിന്നെ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടാണ് സെഡിമെൻ്റ് റോക്ക്, മെറ്റമോർഫിക് റോക്കൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഇഗ്നിയസ് റോക്കിനെ കുറിച്ച് നമ്മളിപ്പം ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നിയസ് റോക്ക് നമ്മുടെ മാഗ്മയില്ലേ, വോൾക്കാനോ, മാഗ്മ ലാവൊക്കെ കൊച്ചുകുട്ടികൾ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഈ മാഗ്മ വന്ന് കൂൾ ചെയ്ത് സെറ്റ് ചെയ്യുന്ന റോക്സ് ആണ് ഇഗ്നിയസ് റോക്സ്. ഈ ഇഗ്നിയസ് റോക്സിന് പിന്നെ മെറ്റസോമാറ്റിക്സ്, മെറ്റമോർഫിക്സ് അങ്ങനെ കുറച്ച് പ്രോസസ്സൊക്കെ നടന്നിട്ടാണ് അതുപോലെ മെറ്റമോർഫിക് റോക്സ് ഉണ്ടാകുന്നത്. അത് വെതറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നിട്ടാണ് സെഡിമെൻ്ററി റോക്സ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇന്റർലേറ്റഡ് ആണ്. ഫസ്റ്റ് ഉണ്ടാകുന്ന ഇഗ്നിയസ് ആണ്. ഇഗ്നിയസിൽ നിന്നാണ് സെഡിമെൻ്ററി, മെറ്റമോർഫിക് ഒക്കെ ആയിട്ട് മാറുന്നത്. ഈ മെറ്റമോർഫിക് റോക്ക് തന്നെ വീണ്ടും വെതറിംഗ് നടന്നാൽ പിന്നെയും സെഡിമെൻ്ററി റോക്കായിട്ട് മാറാം. അങ്ങനെ ഒരു റോക്ക് സൈക്കിൾ, ഒരു സൈക്കിൾ പ്രോസസ്സാണ്. അങ്ങനെ അത് 3 റോക്ക് ഇന്റർലേറ്റഡ് ആണ്. ഇങ്ങനെ വരാം. ഫസ്റ്റ് ഉണ്ടാകുന്ന ഇഗ്നിയസ് റോക്കാണ്. ഇഗ്നിയസ് റോക്കിൽ നിന്നാണ് രണ്ടും ഫോം ചെയ്യുന്നത്. ലാവ അപ്പോൾ കൂൾ ഡൗൺ ചെയ്തുണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് സാമ്പിൾ കാണിക്കാൻ പറ്റുമോ അതിൻ്റെ ഒന്ന്? ചെറിയൊരു ഇവിടെ രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് എർത്തിൻ്റെ സർഫസിന് അടി വെച്ച് തന്നെ കൂൾ ചെയ്ത് റോക്ക് ഉണ്ടാവാം. അല്ലാതെ തന്നെ വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുമ്പോഴത്തേക്കും പുറത്ത് വന്നിട്ടും കൂൾ ചെയ്ത് റോക്ക് ഉണ്ടാവും. അതപ്പം ഇൻട്രൂസീവ്, എക്സ്ക്ലൂസീവ് എന്ന് പറയും. ഇന്റേണലി ഫോം ചെയ്യുന്നത് ഇൻട്രൂസീവ്, എക്സ്റ്റേണലി ഫോം ചെയ്യുന്നത് എക്സ്ക്ലൂസീവ്. ഇന്റേണലി ഫോം ചെയ്യുന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം എടുത്തായിരിക്കും കൂൾ ചെയ്യുക. കാരണം ഡെപ്ത് കൂടുന്നതോറും ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഇത് ഇച്ചിരി മേളിലായിട്ട് ഫോം ചെയ്യുന്ന സാധനം നമ്മുടെ അവിടെ ടെമ്പറേച്ചർ കുറവായിരിക്കും, താരതമ്യേന കുറവായിരിക്കും. അപ്പം അത് ടൈം എടുക്കും, കൂൾ ചെയ്യാനായിട്ട് ടൈം എടുക്കും. അതേസമയം വോൾക്കാനിക് ഇറപ്ഷൻ വഴി പുറത്ത് വന്ന സാധനമാണെങ്കിൽ പുറത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും ഫാസ്റ്റ് കൂളിംഗ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അതിൽ ക്യാവിറ്റീസ് കാണും. അതായത് ഇച്ചിരി മാസീവ് ആയിരിക്കും. ഇൻട്രൂസീവ് എന്ന് പറയുന്നത് മാസീവ് ആയിരിക്കും, ടൈം എടുത്ത് കൂൾ ചെയ്യുന്നതുകൊണ്ടാണ്. എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോഴത്തേക്കും ഫാസ്റ്റ് കൂളിംഗ് ആയതുകൊണ്ട് ക്യാവിറ്റീസ് ഒക്കെ കാണും. നമ്മളിനി ചെറിയൊരു സാമ്പിൾ കാണാൻ പോവുകയാണ് ആ റോക്സിൻ്റെ. എന്താണ് ഫോസിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഫോസിൽ സെക്ഷനാണ്. അപ്പോൾ മോളു എന്താണ് ഇവിടെ നമ്മൾ കാണുന്നത്? ഇവിടെ ഫോസിൽസിനെ കുറിച്ച് കാണുന്നത് ഒരു ഓർഗാനിസം ആയിട്ട് നമ്മൾ ഫോസിലിനെ മിക്കവാറും എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു ഓർഗാനിസം അല്ല. ഓർഗാനിസം ജീവിച്ചിരുന്ന ലിവിങ് കണ്ടീഷൻസ് അങ്ങനെയുള്ളത്. ഇത് നമുക്കിപ്പോൾ നാച്ചുറൽ ആയിട്ട് ഷെല്ല്, അത് ഓർഗാനിസം ജീവിച്ചിരുന്ന ഒരു ഷെല്ല് നമുക്ക് കിട്ടും. അല്ലെ ആ ഷെല്ലിന്റെ റോക്കിലുള്ള ഇംപ്രഷൻ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് റോക്കിലുള്ള ഇംപ്രഷൻ ഇരിക്കുന്നതല്ല. ഇതൊക്കെ റോക്ക് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിനെ ഒരിക്കലും റോക്കായിട്ട് കൺസിഡർ ചെയ്യത്തില്ല, ഫോസിലായിട്ട് കൺസിഡർ ചെയ്യും. കാരണം അതൊരു ഷെല്ലിന്റെ ഇംപ്രഷൻ ആയിരുന്നു. ആ ഷെല്ലിൽ ഒരു ജീവി ജീവിച്ചിരുന്നു എന്നതിനുള്ള തെളിവാണ്. ഇത് എന്ത് ജീവിയാണെന്ന് പറയാൻ പറ്റും? ഇത് ടർട്ടല എന്ന് പറയും. ടർട്ടിൽ ആണല്ലേ? ടർട്ടല. ഓക്കെ, ടർട്ടിൽ. ഓക്കെ, താങ്ക് യു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഐറ്റം. സാധനം മറ്റൊന്നുമല്ല, ചാർക്കോളാണ്, കൽക്കരി. നമുക്കറിയാം ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് വരെ കാണുന്ന ഐറ്റം ആണല്ലോ കൽക്കരി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫോർമേഷനാണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് പേര്? ഓക്കെ, അപ്പോൾ സ്നേഹ ഇന്ന് ഇപ്പം പറയാൻ പോകുന്നത് നമ്മുടെ ഈ കോളിൻ്റെ ഫോർമേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കോൾ ഉണ്ടാകുന്നത് പറഞ്ഞോളൂ. നമ്മുടെ ഭൂമിയിൽ കാണുന്ന പ്ലാന്റ്സ് എല്ലാം ഒരിക്കൽ ബെറീഡ് ആയിരിക്കും. ഈ കോളിന്ന് ഇപ്പൊ നമുക്ക് കിട്ടുന്ന കോൾസ് എല്ലാം വർഷങ്ങൾക്ക് മുമ്പ് ബെറീഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന്റെയാണ്. അതുകൊണ്ട് തന്നെയാണ് പെട്രോളിന് ഇപ്പൊ നമ്മുടെ കുറയുന്നുള്ള പ്രശ്നം നമുക്കുള്ളത്. ഇവിടെ കാണിച്ചിരിക്കുന്ന സ്റ്റേജസ് ഓഫ് കോൾ ഫോർമേഷൻ. ഫസ്റ്റ് സ്റ്റേജ് ആണ് പീറ്റ് എന്ന് പറയുന്നത്. പീറ്റിൽ ബെറീഡ് ആവുന്ന തടികള് കുറെ നാള് ഭൂമിയുടെ അടി കിടന്നപ്പോൾ അതിന്റെ ഓർഗാനിക് കണ്ടന്റ് നഷ്ടപ്പെട്ടിട്ട് അതിനകത്ത് കാർബൺ കണ്ടന്റ് ആയിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. ആ കാർബൺ കണ്ടന്റ് കൂടുതൽ ഉണ്ടാകുന്നതിന്റെ ഒരു തടി അതിന്റെ കാർബൺ കണ്ടന്റ് കൂടി വരുന്നതേ ഉള്ളൂ. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഈ പീറ്റ് എന്നുള്ളത്. ഇതിന്റെ കാർബൺ കണ്ടന്റിന്റെ കൂടിയ സ്റ്റേജ് ആണ് ലിഗ്നൈറ്റ് എന്നുള്ളത്, സെക്കൻഡ് സ്റ്റേജ്. അത് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല. തേർഡ് സ്റ്റേജ് ആണ് ബിറ്റുമിനസ് കോൾ എന്ന് പറയുന്നത്. ബിറ്റുമിനസ് കോൾ അല്ല, ഇതാണ് ബിറ്റുമിനസ് കോൾ. ഓക്കെ, ഇതിനെന്താണ്? കൽക്കരി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ പറ്റത്തില്ല, കാരണം അതിനകത്ത് ഇംപ്യൂരിറ്റീസ് ഇതിനകത്ത് കാണും. ഓക്കെ, ഫൈൻ. ഇതിന്റെ അടുത്ത സ്റ്റേജ് ആണ് ആന്ത്രസൈറ്റ് കോൾ. ഓക്കെ, ഇതാണ് പെർഫെക്റ്റ് കോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോളിൻ്റെ പ്രോസസ്സ് അല്ലേ? ഓക്കെ, അപ്പോൾ എനിവേസ് ഒരു കോൾ ഉണ്ടാകുന്ന പ്രോസസ്സ് കേട്ടല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും സഞ്ചരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.
ഓക്കെ, ഇവിടെ എനിക്ക് വന്നപ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ് ഈ കാണുന്നത്. കണ്ടല്ലോ, ഒറ്റ നോട്ടത്തിൽ നോക്കുവാണെങ്കിൽ ഒരു തടി അല്ലേ, എന്നാൽ ഇത് വെറും തടിയല്ല മക്കളെ, വെറും തടിയല്ല, ഇത് ഒരു കല്ലാണ്. ഈ തടി എങ്ങനെ കല്ലായിട്ട് മാറിയെന്ന് അറിയണം അല്ലേ? ഓക്കെ, അപ്പോൾ സ്നേഹ വീണ്ടും എത്തിയിരിക്കുകയാണ്. സ്നേഹ പറഞ്ഞോളൂ, എന്താണ് ഈ ഒരു വുഡിന്റെ ഫോർമേഷൻ ടു റോക്ക്? പെട്രിഫൈഡ് വുഡ് എന്നാണ് ജിയോളജിക്കലി ഇതിനെ പറയുന്ന. പെട്രിഫൈഡ് വുഡ് അല്ലേ? ഓക്കെ. ഇതിന്റെ ഏറ്റവും വലിയ മ്യൂസിയം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്, തിരുച്ചിറപ്പള്ളി എന്ന സ്ഥലത്ത്. അവിടെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പെട്രിഫൈഡ് വുഡ് അവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇത് ഫോം ചെയ്യുന്നത് വുഡ് ബറീഡ് ആയി കഴിഞ്ഞ ശേഷം ആ വുഡ് സിലിക്കയിൽ, അതായത് സിലിക്ക പെർസെൻറ്റേജ് കൂടുതലുള്ള ലാൻഡിൽ മണ്ണിൽ കിടക്കുമ്പോൾ ആ സിലിക്ക വുഡിന്റെ ഓർഗാനിക് മെറ്റീരിയലിനെ റീപ്ലേസ് ചെയ്യും. ആ റീപ്ലേസ് ചെയ്തിട്ട് അതേ സ്ട്രക്ചറിൽ തന്നെ ആ ഓർഗാനിക് മെറ്റീരിയലിനെ റീപ്ലേസ് ചെയ്ത് സിലിക്ക അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ വുഡിന്റെ അതേ സ്ട്രക്ചർ കിട്ടുന്നത്. അത് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്ത് പിന്നീട് ആ അതേ സ്ട്രക്ചറിൽ തന്നെ റോക്കായി മാറുകയാണ്. ഓക്കെ, അപ്പോൾ അതൊരു വലിയൊരു, നമുക്ക് സാധാരണ ആൾക്കാർക്കൊന്നും അത്ര ഫെമിലിയർ അല്ലെന്ന് തോന്നുന്നല്ലേ? ഫെമിലിയർ അല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ തിരുച്ചിറപ്പള്ളി എന്ന പ്ലേസിൽ നമുക്ക് പോയാൽ ഇപ്പോഴും കിട്ടുന്നുണ്ട് അവിടെ തന്നെ. ഓക്കെ, ഇതിന്റെ ഇപ്പോഴും ഒരു ലാർജ് വെറൈറ്റീസ് നമ്മുടെ ഇന്ത്യയിൽ കാണാറുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അങ്ങനെ കുറേ കല്ല് കണ്ടു. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഐറ്റം ഉണ്ട്. ടെങ്ടണേ, കണ്ടാൽ ഒരു കോഴിക്കല് പോലെ ഉണ്ടല്ലേ? ഈ കാല് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. ഇത് ചിക്കൻ പീസ് അല്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സാധനം? ഇത് വിൻഡ് ആക്ഷൻ കാരണം ഡെസേർട്ടിൽ റോക്ക് ഇങ്ങനെ സ്മൂത്തിങ് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരുന്ന ഒരു റോക്കാണ്. ഓക്കെ, എന്താണ് പേര് കുട്ടിയുടെ? എന്റെ പേര് അമ്പിളി. അമ്പിളി. അപ്പോൾ അമ്പിളി നമ്മുടെ ചിക്കൻ പീസിനെ പറ്റി അല്ല, എന്തിനെ പറ്റി? ചിക്കൻ പീസ് അല്ല, വിൻഡ് ആക്ഷൻ കാരണം റോക്ക് ഷേപ്പ് ആയിരിക്കുന്നതാണ് ഡെസേർട്ട്. ഓക്കെ, വിൻഡ് ആക്ഷൻ കാരണം ചിക്കൻ പീസ് പോലെയായ റോക്കാണിത്. ഓക്കെ, പറയൂ, ഇത് എന്താണ് ഏറ്റവും? ഇതെന്ന് വെച്ചാൽ ഡെസേർട്ടിൽ പലതരം ആക്ഷൻസ് ഉണ്ട്, ഇറോഷണൽ ആക്ടിവിറ്റീസ്. അതിന്റെ മെയിൻ ഫാക്ടർ വിൻഡിന്റെ ആണ്. വിൻഡ് അബ്രേഷനും അട്രിഷൻ എന്ന് പറയും. എന്ന് വെച്ചാൽ റബ്ബിംഗ് ഓഫ് ടു റോക്സ് ടുഗദർ, അല്ലെങ്കിൽ തേഞ്ഞ് പറഞ്ഞു പോയി. പിന്നെ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഫോം ചെയ്യുന്നത്. ഈ സ്മൂത്ത് സർഫസ് കിട്ടുന്നത് സാൻഡ് ഗ്രെയിൻസ് കാരണം ഇറോഷൻ ഒരഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അത് കൂടാതെ രണ്ട് റോക്സ് നമ്മൾ റബ്ബ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സ്മൂത്ത് സർഫസ് ഉണ്ടാകുന്നത്. ആരാണ് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കാൻ പറഞ്ഞത്? എടുത്തു വെച്ചാൽ ആളെ കൂട്ടുന്നുള്ള ഐഡിയ അല്ല ഇത്. സത്യം പറഞ്ഞ ഒരു അട്രാക്ഷൻ ആണ്. ഉണ്ടോ? മാർക്കറ്റിംഗ് പറയുന്നതുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ താങ്ക് യു കേട്ടോ. ടെർ എക്സ്പോ 2019 ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കളർഫുൾ ആയിട്ട് തോന്നുന്ന സെക്ഷനാണ് ഇത്. കണ്ടല്ലോ, ഇത് മൗണ്ടെയിൻ ഉണ്ട്, അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമുണ്ട്. ഈ ഫ്ലോ ഓഫ് വാട്ടർ നമ്മുടെ കടലിലേക്ക് ചേരുന്നു. പിന്നെ അവിടുന്ന് അണ്ടർ വാട്ടർ സീൻസ്, അത്രയാണ് ഇവിടെ ഇവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിന് പുറകിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതെന്ന് പറയുന്നത് ഒരു നദിയുടെ ആരംഭം തൊട്ട് അത് കടലിൽ വന്ന് ചേരുന്നതും പിന്നെ കടലിനടിയിലെ അടിത്തട്ടിലെ കാര്യങ്ങളുമാണ് നമ്മൾ ഇവിടെ കാണിക്കാൻ. അപ്പം കടലിൻ്റെ ഈ നദി ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നദിയുടെ 3 സ്റ്റേജ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. യൂത്ത്, മെച്യൂർ, ഓൾഡ്. യൂത്ത്, മെച്യൂർ, ഓൾഡ് അല്ലേ? ഓക്കെ. യൂത്ത് സ്റ്റേജിൽപ്പെട്ടതാണ് ഈ മലനിരകളും ഈ വെള്ളച്ചാട്ടങ്ങളും എല്ലാം. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിയുമ്പം പല പല നദികൾ ചെറിയ ചെറിയ മലനിരയിൽ നിന്നല്ല ഒഴുകി വന്ന് ഈ വലിയ നദിയിലേക്ക് ചേരുന്നു. അപ്പോൾ അവിടെ വണ്ണക്കുറവായിരിക്കും, പക്ഷെ അതൊരു വി ഷേപ്പിലായിരിക്കും ഒഴുകുന്നത്. അത് ഈ മലേനെ മൊത്തം ഇറോഡ് ചെയ്ത് ഈ മെച്യൂർ സ്റ്റേജിലെ ഈ കുഞ്ഞു മലകളുടെ നിലയിലേക്ക് ആക്കും. തുടർന്ന് ഈ വെള്ളച്ചാട്ടത്തിനരികിൽ ഈ വലിയ വലിയ പാറക്കെട്ടുകളെ ഒഴുക്കിക്കൊണ്ട് വന്നിട്ട് വെള്ളത്തിന്റെ ഈ നദിയുടെ വണ്ണം കൂടുന്നതനുസരിച്ച് വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ശക്തി കുറയും. അതുകൊണ്ട് തന്നെ ഈ ഒഴുകുന്ന കല്ലുകൾ ഇറോഡ് ചെയ്ത് തുടർന്ന് വരുന്ന കല്ലുകളെല്ലാം ചെറുതായിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെറുതായി വരുന്ന ഈ നേരെ ഒഴുകുന്ന നദി പയ്യെ വളഞ്ഞ് പാമ്പ് പോലെ വളയാൻ തുടങ്ങും. അങ്ങനെ വളയുന്നതുകൊണ്ട് ഈ സൈഡിലെ മണ്ണെല്ലാം ഒരു പോയിന്റ് പാറായി, അതായത് ഈ പൊടിമണലുകളായി ഇങ്ങനെ സൈഡിലേക്ക്. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദി കുറച്ച് നാളുകൾക്ക് ശേഷം ഇവിടെ ഇറോഡ് ചെയ്തു പോകും. അതായത് ഈ ഭാഗം പൂർണ്ണമായിട്ട് ഇറോഡ് ചെയ്ത് പോയി കഴിയുമ്പം ഈ നദി ഇതുവഴി ഒഴുകി കടലിലേക്ക് ചേരാൻ തുടങ്ങും. പിന്നെയും വർഷങ്ങൾ എടുത്തു കഴിയുമ്പോൾ പിന്നെയും ഈ പൊടിമണലുകൾ വന്നടിഞ്ഞ് ഇതൊരു ലേക്കായി മാറും. അതാണ് ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്. അതാണ് ഒറ്റപ്പെട്ട് മാറി കിടക്കുന്നത്. അതെന്ന് പറഞ്ഞ ഒരു കാളക്കൊമ്പിന്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നദി തുടർന്നൊഴുകി കടലിനോട് അടുക്കാറാവുമ്പോഴേക്കും മണൽനിരകളെല്ലാം ഡെൽറ്റാസ് ആയിട്ട് അവിടെ ഇങ്ങനെ അടിഞ്ഞു പോകും. അതിനുശേഷം
സൈഡിൽ ബീച്ചായി അതിനുശേഷം അത് ഓഷനിലേക്ക് പതിയും പോവുകയാണ് അല്ലേ? ഇതാണ് ഞങ്ങളുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ റിവർ മോർഫോളജിയാണ്. റിവർ മോർഫോളജി, റിവറിന്റെ ആരംഭം തൊട്ട് ഓഷനിൽ എത്തുന്നവരെ വരുന്ന ഭാഗങ്ങൾ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോൾ 3 സ്റ്റേജ് ഉണ്ട്, ഏതൊക്കെയാണത്? അത് യൂത്ത്ഫുൾ ഉണ്ട്, മെച്യൂർ ഉണ്ട്, ഓൾഡ് സ്റ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും താങ്ക് യു കേട്ടോ. എന്താണ് പേര്? മനു. അപ്പം മനു പറഞ്ഞത് നമ്മുടെ റിവറിൻ്റെ ഒരു 3 സ്റ്റേജാണ്. നമുക്ക് ആദ്യം ഒരു മൗണ്ടറിയിൽ നിന്ന് വരുന്നു, അതൊരു യങ് സ്റ്റേജ് ആണ്, പിന്നെ ഒരു ടീനേജ്, പിന്നെ ഓൾഡ്, അങ്ങനെ 3 ഡിഫറെൻറ്റ് സ്റ്റേജസ് ഒക്കെ ഉണ്ട്. എനിവേസ് കൈൻഡ് ഓഫ് ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? അങ്ങനെ നമ്മുടെ ക്രിസ്ത്യോദി കോളേജ്, ചങ്ങനാശ്ശേരി ക്രിസ്ത്യോദി കോളേജിലെ ടെർ എക്സ്പോ 2019 ആണ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. ഫുള്ള് കണ്ടു കഴിഞ്ഞു. എന്താ പറയുക, പിള്ളേർ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ ആ പ്രയത്നം എത്രത്തോളം ഉണ്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. ശരിക്കും ഓരോ ഇത്തരത്തിലൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കല്ലുകളുണ്ടെന്നാണ് എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ദൃശ്യ വിരുന്ന് തന്നെയാണ് ഇവിടെ കണ്ടത്. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ജിയോളജി എക്സിബിഷൻ്റെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ഒന്നും പറയാനില്ല മക്കളെ, എക്സലൻസ്. കണ്ടല്ലോ, അപ്പോൾ ഇതാണ് നമ്മുടെ പിള്ളേർ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വെറൈറ്റി ആയിട്ട് MVTV ഇനിയും വരുന്നതായിരിക്കും. Till then, this is Alan Jojan signing off.